പാമ്പുകൾ 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 പാമ്പാടും കാടുകൾ ഈ നാട്ടിലുടനീളം പാമ്പാടും കാടുകൾ അമ്മേ. ഇവിടെ നമ്മൾ കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഒരേ ഒരു വ്യത്യാസം, അത് സർക്കാർ സ്പോൺസേഡ് കൂടോത്രമാണ്. ഇവിടെ സർക്കാർ സ്പോൺസർ ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണ വെറുതെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ വെക്കുന്നത്. എല്ലാ ദിവസവും വെളിച്ചെണ്ണ കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അത് ആരോഗ്യത്തിന് നല്ലതെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. ഇവിടെ നിന്ന് മേടിച്ചോണ്ട് പോയി കച്ചവടം ചെയ്താലോ. നമ്മുടെ മണ്ണാർശാല അമ്പലം പോലെ ഒരു അമ്പലത്തിലാണ് എത്തിയിരിക്കുന്നത്. മണ്ണാർശാല ആയില്യം എന്ന് പറയുന്ന പോലെ ഇവിടെ വർഷാവർഷം ഫെസ്റ്റിവലും ഒക്കെ നടത്താറുണ്ട്. ലേക്ക് അഹമേ എന്ന് പറയുന്ന വില്ലേജിലാണ്, ബെനിനിലെ ലേക്ക് അഹമേ വില്ലേജിൽ ഉണക്കമീൻ്റെ കച്ചവടമാണ്. ഇവിടെ മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് സ്മോക്ക്ഡ് മീനാണിത്. ഇത് ഇങ്ങനെ തന്നെ ആൾക്കാർ കഴിക്കും. പല തരത്തിൽ സ്മോക്ക് ചെയ്ത് വെച്ചേക്കാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ബെനിനും നമ്മുടെ കൊച്ചു കേരളവും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? കൂടോത്രം. ഒരു വ്യത്യാസമുള്ളത്, നമ്മുടെ സർക്കാരൊന്നും കൂടോത്രത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ബെനിൻ സർക്കാർ കൂടോത്രത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടോത്രത്തിന് വേണ്ടിയിട്ട് 2 ദിവസം പൊതു അവധിയും കൊടുക്കുന്നുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? ജനുവരി 10-11 തീയതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബെനിനിൽ വുഡു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. വുഡു ഫെസ്റ്റിവൽ. ആ വുഡു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടോത്രം പോലത്തെ പരിപാടിയാണ്. ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയാണ് ഈ വുഡു എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഇപ്പോൾ ഓഫീസിലൊക്കെ ശത്രുതയുള്ള ഒരാളുണ്ടെങ്കിൽ അവനെതിരെ ഉദു ചെയ്തു എന്ന് പറയും. ഉദു ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ എന്തെങ്കിലും പറ്റും, അല്ലെങ്കിൽ അവൻ്റെ ഫാമിലിക്ക് ദോഷകരമായിട്ട് എന്തെങ്കിലും ബാധിക്കും. അങ്ങനെയൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു ആൾക്കാരാണ് ഈ ബെനിനിലുള്ള ആൾക്കാർ. പിന്നെ സർക്കാരും കൂടി എന്ന് വെച്ചാൽ വളരെ അപൂർവം രാജ്യങ്ങളിൽ മാത്രമേ ഈ കൂടോത്രം ഉള്ളൂ. അതിലൊരു രാജ്യമാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വളരെ കുറച്ച് രാജ്യങ്ങളിലേ കൂടോത്രം ഉള്ളൂ. അതിലൊരു രാജ്യമാണ് ബെനിൻ. അത് സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ള കൂടോത്രമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഉദു ഫെസ്റ്റിവലൊക്കെ നടത്തുന്നത് ജനുവരി മാസത്തിൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാലും ഈ കൂടോത്രത്തിനുള്ള സാധനങ്ങൾ വിൽക്കുന്ന ചില സാധനങ്ങൾ, നമ്മളിപ്പോൾ ഈ ചില സിനിമകളിലൊക്കെ, നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, പിന്നെ പാവകളെയൊക്കെ കണ്ണെഴുതിയിട്ട് പാവകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പേടിയാവുന്ന തരത്തിലൊക്കെ അതുപോലത്തെ പാവകളുണ്ടാവും. ചില മരക്കുറ്റികളിൽ കണ്ണും മൂക്കും വരച്ചിട്ടുള്ള സാധനങ്ങളുണ്ടാവും. പിന്നെ നമ്മളിവിടെ കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ചരടും ചുവന്ന ചരടൊക്കെ എന്തെങ്കിലും ഒരു മെറ്റലിലൊക്കെ കെട്ടി വെച്ചിട്ടുള്ള രക്ഷ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഈ കൂടോത്രത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഉപയോഗിക്കുന്നത്. പനയുടെ തേങ്ങയില്ലേ, പനയുടെ തേങ്ങ എടുത്ത് കുറേ സ്ഥലം ഷേവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിനകത്തൊരു മുഖം വരച്ച്, നമ്മൾ പണ്ടൊക്കെ അത് വീട്ടിലുണ്ടാക്കി വയ്ക്കുമായിരുന്നു. അതുപോലത്തെ സാധനം പിന്നെ ഇത് ചെയ്തിട്ട് അതിനകത്ത് ആൾക്കാരുടെ മുഖമൊക്കെ വരച്ചിട്ട് ഒരു പ്രതിരൂപമായിട്ട് സങ്കല്പിക്കുന്ന ഒരു ഏർപ്പാട്, അത് ബെനിനിലുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിലും ഈ ഉദുവിൻ്റെ സാധനങ്ങൾ അത് കാണുമ്പോൾ മനസ്സിലാവും. നൂലും തകിടും കൂടും, അങ്ങനെ ചില കായ്കൾ, ചില വേരുകൾ, അല്ലെങ്കിൽ ചില മൃഗങ്ങളുടെ എല്ലുകൾ, ഈ എല്ലുകളൊക്കെ വെച്ചിട്ട് പലപ്പോഴും പിന്നെ ചില മരക്കഷ്ണത്തിൽ ആണിയടിച്ച് യക്ഷിമാരെ തറച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും. ഇതെങ്ങനെയാണ് ഇത്രയും പിന്നെ ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് കിടക്കുന്ന കേരളവും ഈ ബെനിനും തമ്മിൽ ഇങ്ങനെ ബന്ധം വന്നെന്ന് ഞാൻ അത്ഭുതപ്പെട്ട് നോക്കിയിട്ടുണ്ട്. കാരണം ഡിറ്റോ ചില സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് കറക്റ്റ് നമുക്ക് പേടിയാവും. ഇവിടെ നമ്മൾ കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഒരേ ഒരു വ്യത്യാസം, അത് സർക്കാർ സ്പോൺസേഡ് കൂടോത്രമാണ്. ഇവിടെ സർക്കാർ സ്പോൺസർ ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ ലേക്കിൽ പണ്ട് അടിമത്തം ഭയന്ന് ലേക്കിലേക്ക് വന്ന് താമസിക്കുന്ന ആൾക്കാർ, അവരുടെ ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിനകത്ത് നിറയെ സാധനങ്ങൾ ഈ ഉദു ചെയ്യുന്ന, എന്ന് വെച്ചാൽ കൂടോത്രം ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ അവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരു റൂമുണ്ട്. അവിടെ ഈ ഉദു ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കുടുംബത്തെ പറ്റിയിട്ടോ ഒക്കെ അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവിടെ മുട്ട എടുത്ത് വെച്ച് പൂജ ചെയ്ത് ഒരു കൂടോത്രമൊക്കെ ചെയ്ത് മറ്റവനെ തറ പറ്റിക്കും. ജഗതി ശ്രീകുമാറിൻ്റെയൊക്കെ ചില ഇത് കണ്ടിട്ടില്ലേ, ഈ മഹാനുഭവൻ ശിരസ് പിളർന്നിരിക്കുന്നത്, അതുപോലെ പിന്നെ നമ്മൾ അവിടെ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ കൂടോത്രം പിന്നെ എത്രയോ കിലോമീറ്റർ ഇവിടെ നിന്ന് ഒരാൾ സഞ്ചരിക്കുകയാണെങ്കിൽ തന്നെ ഒരു 25-26 മണിക്കൂർ കഴിഞ്ഞാണ് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ട്രാവൽ ചെയ്ത് അവിടെ എത്തുള്ളൂ. അത്രയും ദൂരദേശത്ത് ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തുള്ള ഒരു ദേശത്ത് എങ്ങനെയാണ് ഈ സെയിം സെറ്റപ്പ്, ഒന്ന് കോഴിമുട്ട, കോഴിത്തല,
പിന്നെ ചില മൃഗങ്ങളുടെ തല, ചില പക്ഷികളുടെ തല, പിന്നെ ഈ തകിടും കൂടും. ഈ ഉദൂനുള്ള എന്ന് വെച്ചാൽ കൂടോത്രത്തിനുള്ള മിക്കവാറും എല്ലാ ഈ കുമ്പളങ്ങ മുറിച്ചിട്ട് അതിനകത്ത് ചുണ്ണാമ്പോ മറ്റോ മിക്സ് ചെയ്തിട്ട് ചുവപ്പ് കളറാക്കി മാറ്റി ഒഴിക്കുന്ന സാധനം, പിന്നെ തെള്ളിപ്പൊടി നമ്മൾ കുമിഞ്ചാൻ പൊടിച്ചിട്ട് ഈ തീയിലേക്ക് എറിയുമ്പോഴത്തേക്ക് തീ കത്തുന്ന സാധനം, ഇതെല്ലാം അവിടെയുണ്ട്. ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. ഒരു പ്രാവശ്യം ഞാൻ പിന്നെ നമ്മുടെ വേൾഡ് മലയാളി ഫെഡറേഷനിലുള്ള ഹരീഷ് നായർ അദ്ദേഹമായിട്ട് പിന്നെ പുറത്തു പോയ സമയത്ത് നമ്മളൊരു പാമ്പിൻ്റെ സ്ഥലം, ഇപ്പോൾ മണ്ണാർശാല പോയി കഴിഞ്ഞാൽ മണ്ണാർശാലത്തെ ഒരു കഥ എന്താണ്, പഴയൊരു മുത്തശ്ശി പാമ്പിന് പാൽ കൊടുത്ത് വളർത്തിയൊരു കഥയുണ്ടല്ലോ. ഈ സെയിം കഥ തന്നെയാണ്. നമ്മൾ അവിടെ ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ പോയപ്പോഴത്തേക്കും ഒരു പാമ്പ് സ്ഥിരമായിട്ട് വന്നപ്പോഴത്തേക്ക് ആ മുത്തശ്ശി അതിനെ ടേക്ക് കെയർ ചെയ്തു. അങ്ങനെ പാമ്പ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും പാമ്പ് വളർത്തൽ കേന്ദ്രമുണ്ട്. നമ്മുടെ മണ്ണാർശാല അമ്പലം പോലെ ഒരു അമ്പലത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മണ്ണാർശാല ആയില്യം എന്ന് പറയുന്ന പോലെ ഇവിടെ വർഷാവർഷം ഫെസ്റ്റിവലും ഒക്കെ നടത്താറുണ്ട്. ഇത് പൈത്തൺ ടെമ്പിളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു അമ്മ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പാമ്പ് വന്നു. ഈ പാമ്പിനെ ആ അമ്മ മക്കളെ പോലെ അങ്ങ് സ്നേഹിച്ചു. ആ പാമ്പിൽ നിന്ന് അവരുടെ അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ആ അമ്മയെ സംരക്ഷിക്കാനായിട്ട് ഈ പാമ്പുകൾ അവിടെ ആ കുടിലും കൂടി, ഇതാണ് ആ കുടില്. പിന്നെ ആ കുടിലിൻ്റെ ഒരു പെർഫോമൻസ് ഇല്ല. അങ്ങനെ അവരവിടെ താമസിച്ചു. അപ്പോൾ ഈ പാമ്പായിരുന്നു പിന്നെ ആ അമ്മയെ സംരക്ഷിച്ചത്. പിന്നെ നമ്മൾ മണ്ണാർശാല അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വലിയ മരങ്ങൾ കാണാൻ പറ്റും. ആൽമരങ്ങളൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇവിടുത്തെ മരം കണ്ടോ, ഒരു വലിയ മരം 600 years 600 വർഷം പഴക്കമുള്ള ഒരു മരമാണ്. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് പോകാം. പൈത്തൺ ടെമ്പിളിൻ്റെ ഉള്ളിലേക്കാണ് പോകാൻ പോകുന്നത്. 1300 1400 കാലഘട്ടത്തിലാണ്. ഇതാണ് ആ അമ്മയുടെ ശില്പം. ഇതൊരു പിന്നെ എനിക്ക് തോന്നുന്നു അവരുടെ മനസ്സിൽ നിന്ന് വന്ന ആശയം അനുസരിച്ച് ഒരു അമ്മയെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു പ്രതിമ മാത്രമാണ്. അപ്പോൾ ഈ അമ്മയാണ് ആദ്യം പാമ്പിനെ വളർത്തിയത്. പിന്നെ ആ പാമ്പാണ് അമ്മയെ സംരക്ഷിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഇവർക്ക് പിന്നെ ഈ പാമ്പുകളോട് ഇഷ്ടം തോന്നുന്നതും പിന്നെ മനുഷ്യരോട് ഇണങ്ങി ജീവിക്കാനും. ഓക്കെ. പിന്നെ അവരുടെ കുടുംബങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് ഈ പാമ്പുകൾ തന്നെ അവരുടെ കുടുംബങ്ങളായി. ഓക്കെ. പിന്നെ ആ പാമ്പുകൾ ആ വീട്ടിൽ തന്നെ അവർക്ക് കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ ആയപ്പോഴത്തേക്ക് ഇവരുടെ കുടുംബമായിട്ട് മാറി. ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് ഈ കുറച്ച് ഈ വുദു ബിലീവേഴ്സ് അവിടെ വരികയും അവരുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാഗക്ഷേത്രങ്ങളിലൊക്കെ പോയി പുള്ളും പാട്ട് പാടുന്ന അവരുടെ മുഖത്തെ എഴുത്ത് പോലെ ചില എഴുത്തുകളൊക്കെ അവരുടെ മുഖത്ത് വെച്ചിട്ട് ശരിക്കും ഒരു ഇന്ത്യൻ കൺസെപ്റ്റ്, നമ്മുടെ ഒരു മലയാളി കൺസെപ്റ്റ് നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്ക് തോന്നും. So you just wash your hands. ഈ ഇല ഇട്ടാലേ അത് നമ്മൾ ടച്ച് ചെയ്ത് അവർക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് പാമ്പ് വെക്കും. അയ്യോ, il sait pas mourir. Il faut des Yeah, you can touch. Oui. Touch no. Otherwise. Yeah, you touch it. You touch. ഇത് പിന്നെ സംഭവം എനിക്ക് പേടിയാണ്. പക്ഷേ അത് ദൈവം, അവരുടെ ദൈവം. അതെ, ഇവരുടെ ദൈവമാണ്. ഞാൻ ദുബായിൽ നിന്ന് പിന്നെ ഇവർ തന്നെ പിന്നെ വലിയ പൈത്തണിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അത് പണ്ട് ഇത് ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ധൈര്യം സംഭരിച്ചു നിന്നാണ്. പക്ഷെ ഇപ്പൊ ഇതിന്റെ തല അനങ്ങുന്ന സമയത്ത് ഒരു ചെറിയ പേടി. ദൈവമല്ല, അവരുടെ ദൈവം. നിങ്ങൾ ടച്ച് ചെയ്ത് ജസ്റ്റ് ടച്ച് ചെയ്ത് You can touch the hair. ഹെഡ് ടച്ച് ചെയ്ത് പേടിയാ ദേവൻ. ഓക്കെ. വെയിറ്റ് ടച്ച് ചെയ്യ്. No! Relax. Why do you swallow me? No. Please, Deva! It's too small. Too small. Right? ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇതെങ്ങാനും കയറി കഴുത്തിൽ അങ്ങ് ചുറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പാമ്പിനെ ഒരിക്കലും ഉപദ്രവിക്കില്ല അവർ. നമ്മുടെ തലയറുത്ത് മാറ്റിയിട്ട് പാമ്പിനെ വേറെ ഫ്രീ ആക്കും. അതാണ് സംഭവം. അതാണൊരു പ്രശ്നം.
പാമ്പുകൾ പാമ്പുകൾ സഹസ്രങ്ങളങ്ങനെ ഘോര വിഷജാതി പാമ്പുകൾ 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 പാമ്പാടും കാടുകൾ ഈ നാട്ടിലുടനീളം പാമ്പാടും കാടുകൾ അമ്മേ. നിങ്ങളുടെ ഭാഗ്യമാണല്ലോ. വേറെ എന്തൊക്കെ ഇവിടെ എന്തൊക്കെയാണ് മീറ്റുകളുള്ളത്? ഇവിടെ ചിക്കൻ, ഇവിടെ ഇപ്പൊ ചിക്കനും അല്ല ഞാൻ പറഞ്ഞ ഇവിടെ ബെനിനില് സാധാരണ ബീഫ് ഈസ് അവൈലബിൾ, മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്, മുയലുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ബട്ട് പോർക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പോർക്ക് സുലഭമാണ്. പിന്നെ കൂടുതൽ ഫിഷ് നമ്മുടെ നാട്ടിലെ ഇല്ലാത്ത മത്തിയും പിന്നെ അയില മാത്രം ഇല്ല. ട്യൂണയൊക്കെ ഉണ്ട്. വെണ്ടി നെമ്മീനൊക്കെ ആവശ്യം പോലെ കിട്ടും. പക്ഷെ അങ്ങനെ വില കുറവാണ്. നെമ്മീനൊക്കെ വളരെ വില കുറവാണ്. ഇപ്പോഴും ഇവിടെ മീനില്ലേ തൂക്കിയല്ല കൊടുക്കുന്നത്, എണ്ണത്തിനാണ് കൊടുക്കുന്നത്. ഓക്കെ. ഒരു വലിയ നെയ്മീൻ എത്ര രൂപ? വലിയ മീൻ, നല്ലൊരു മീൻ ഒരു 3 കിലോക്കുള്ള നെയ്മീൻ ഒരു നമ്മുടെ നാട്ടിലൊരു 500 രൂപ. 3 കിലോ ഉള്ള നെയ്മീൻ 3-3.5 കിലോ ഉള്ളത് ഇവിടെ നിന്ന് മേടിച്ചോണ്ട് പോയി കച്ചവടം ചെയ്താലോ? അതെ, അതാണ് എൻ്റെ രീതി. പിന്നെ അപ്പൊ ഈ ഇവിടെ ചിക്കൻ പറയുന്നത് പുല്ലേ, മീൻ പറയുന്നത് പോർക്കിന് പോർക്ക് തന്നെ, ബീഫിന് ബഫ്, മട്ടന് മുത്തോ. നമ്മുടെ ഡിഷുകൾ വന്നു. ഇതാണ് ബെനിന്റെ ഡിഷ്. ഇതിന്റെ പേരെന്താണ്? പിറോ റൂച്ച്. ഇതെന്താണ് സാധനം? ശരിക്കും ഇത് കപ്പയുടെ പൊടിയില്ലേ, നമ്മുടെ കപ്പപ്പൊടിയും മൈസും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് സാധനം ഇത്. ബേസിക്കലി കപ്പപ്പൊടി അവിടെ ചിലപ്പോൾ ചിലർ മൈസും കൂടെ മിക്സ് ചെയ്യും. അതിനകത്ത് അവരുടെ മസാലയൊക്കെ ഇട്ടിട്ട് മിക്സ് സാധനം അത്. കപ്പപ്പൊടിയും കോണും. പിറോ റൂഷ്. ഇത് ഫ്രൈ ചെയ്ത ചിക്കൻ ആണ്. ഇത് ശരിക്കും ബ്രോയിലർ കോഴിയില്ല കേട്ടോ. ഇവിടെ നാടൻ കോഴി. ഇവിടുത്തെ ആൾക്കാർ നാടൻ കോഴി മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ ബ്രോയിലർ കോഴി ഉപയോഗിക്കത്തില്ല, നാടൻ കോഴി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് അവർ ചെയ്തെടുക്കുന്ന സാധനമാണ്. ഫ്രൈ ഇവിടുത്തെ ആൾക്കാർ നാടൻ കോഴി മാത്രമേ ഉപയോഗിക്കുള്ളൂ. ശരി, ബ്രോയിലർ ഇല്ല. സ്ട്രോങ് ചിക്കൻ ആണ്. ഇതിന് പറയുന്ന പേരാണ് പിറോ. അല്ല, ഇത് പുലെ ഫ്രൈ, പിറോ റൂജ്. ഇത് മറ്റേ പൊട്ടറ്റോ. ഇത് ഫ്രഞ്ച് ഫ്രൈസ് അല്ല, നമ്മൾ കീറി എടുത്തിട്ട് നോർമൽ പൊട്ടറ്റോ കീറി എടുത്തിട്ട്. ഓക്കെ, കൊള്ളാം മോനെ, അടിപൊളി, സൂപ്പർ. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് ഈ കപ്പയുടെ പൊടി ഭയങ്കരമായിട്ട് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും മാർക്കറ്റിൽ സെയിൽസിനൊക്കെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഈ കടയുടെ ഉടമസ്ഥരൊക്കെ സ്ത്രീകളാണ് ഇവിടെ ഏറ്റവും സ്ട്രോങ്. സിംഹത്തിൻ്റെ കുടുംബം പോലെയാണ്. സിംഹം എവിടെയെങ്കിലും കിടക്കുകയുള്ളൂ, സിംഹി പോയിട്ട് വേട്ടയാടി മാംസമൊക്കെ കൊണ്ടുവന്ന് സിംഹത്തിനും കൂടെ കൊടുത്ത് സിംഹിയും കഴിക്കും. അതുപോലെയാണ് ഇവിടുത്തെ ആണുങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന ആൾ തന്നെ ലേഡിയാണ്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കാം. കപ്പപ്പൊടി, ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. പുളിപ്പുണ്ട്, ഒരു ചവർപ്പുണ്ട്, ഒരു ചെറിയ ചവർപ്പുണ്ട്, പിന്നെ കഴിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട്, ഒരു പ്രത്യേക സ്വാദാണ്. ഇതിനകത്ത് കോണ് ഇട്ടിട്ടുണ്ട്, കപ്പയുടെ പൊടിയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഫിഷ് ഓയിൽ ഇല്ല, എന്തോ ഒരു പ്രത്യേക ഓയിലിൻ്റെ ഒരു ഇതും കിട്ടും. പാമോയിലാണ് അല്ലേ? പാമോയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് കഴിക്കാം, ഇതുകൊണ്ട് കഴിക്കാം. പക്ഷേ ഞങ്ങളൊക്കെ നമുക്ക് കൈകൊണ്ടല്ലേ നല്ലത്. ഇതെടുക്കുക, ഇത് പീമേൽ മുക്കുക. ഓക്കെ, കുറച്ച് പിറ എടുക്കുക, പീമേ മുക്കണം, പിറ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ
അടിപൊളി, സൂപ്പർ. ഞാൻ ഗ്രിൽഡ് ചിക്കൻ ആണ് വാങ്ങിച്ചത്. അയവ കോഴിമുട്ടയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജ് അല്ല, ഒരു സലാഡ്. അപ്പോൾ സ്ട്രോങ് ചിക്കൻ എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കോഴിയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് മാത്രമേ അവർ കഴിക്കാറുള്ളൂ. അപ്പോൾ ഈ ഹോട്ടലിലും ഒരു വില്ലേജാണിത്. ഇനി കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടോഗോയാണ്, ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ടോഗോയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നത്. ഇത് ഈ മുളകിൻ്റെ ചാറിൽ മുക്കണം, അതുപോലെ തന്നെ ഈ കപ്പപ്പൊടിയിലും മുക്കണം. കപ്പപ്പൊടിയും ഇതുമാണ്. എന്നിട്ട് ഇപ്പൊ കൊള്ളാം. ഇതെല്ലാം കൂടി കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഗ്രിൽഡ് ആണ്. ഇത് ഫ്രൈ ചെയ്തിരിക്കുന്നത് ഹരീഷേട്ടൻ കഴിച്ചുകൊണ്ടിരുന്ന സാധനം ഫ്രൈ ചെയ്തിരിക്കുന്ന പാം ഓയിലാണ്. ഇവിടെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് പാം ഓയിലാണ് ഇവർ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ വെറുതെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ വെക്കുന്നത്. എല്ലാ ദിവസവും വെളിച്ചെണ്ണ കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അത് ആരോഗ്യത്തിന് നല്ലതെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. ശരിക്ക് തെങ്ങുണ്ട് കേട്ടോ ഈ നാട്ടിൽ, ശരിക്ക് കരിക്കുമുണ്ട്. കരിക്കിന് വിലയും കുറവാണ്, തേങ്ങയ്ക്കും വില കുറവാണ്. പിറോ റൂജാണിത്. കപ്പപ്പൊടി കൊണ്ടുണ്ടാക്കിയ സാധനം അധികം കഴിക്കാൻ പറ്റിയില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുമില്ല. അപ്പോൾ പിറോ റൂജ് നമ്മൾ പാഴ്സൽ ചെയ്തെടുത്തു. പക്ഷേ ഇവിടുത്തുകാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇവിടുത്തെ കോസ്റ്റ്ലി ഫുഡാണ് സത്യത്തിൽ ഈ പിറോ റൂജ്. ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തി വരും, പച്ചമുളക് വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ട്. അതിൻ്റെ പേരെന്താണ് ഹരീഷേട്ടാ? പിമാവെർ എന്ന് പറഞ്ഞാല് പച്ച ചമ്മന്തി ആണെങ്കിൽ പിമാവെർ, ചുമന്ന മുളക് അരക്കുകയാണെങ്കിൽ പിമാ റൂജ് എന്ന് പറയുന്നത്. ആ പിമ പച്ചമുളക് വെച്ചിട്ട് അരച്ചിട്ടുള്ള ഒരു പിമയാണ് നമുക്ക് തന്നത്. ആ സാധനമാണ് നമ്മുടെ ഉല്ലാസം എന്ന് പറയുന്നത്. അതിന് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ഈ ചിക്കനൊക്കെ എടുത്തിട്ട് അതിൽ മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എന്നുവെച്ചാൽ എരിവാണത്. ഈ നാടൻ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. നാടൻ ചിക്കനകത്ത് അധികം മസാലയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒത്തിരി ഉപ്പും മുളകും ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ പിമേൽ മാത്രമാണ്. അപ്പോൾ പക്ഷെ നല്ല ഫുഡാണ് കേട്ടോ, ക്വാളിറ്റി ഫുഡാണ്. നമ്മൾ പറഞ്ഞതിന് ശേഷം, ഓർഡർ എടുത്തതിന് ശേഷം 1.5 മണിക്കൂറിന് ശേഷമാണ് ഈ സ്ട്രോങ് ചിക്കൻ ഇവിടെ ഗ്രില്ല് ചെയ്ത് കൊണ്ടുവച്ചത്. ഫ്രൈ ചെയ്തതും എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഗ്രില്ലാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ആ ഗ്രില്ല് ചെയ്യാനായിട്ട് എടുത്ത സമയം മൊത്തം സാധനങ്ങൾ വരാനായിട്ട് 1.5 മണിക്കൂർ വൈകിയാണ് എത്തിയത്. പക്ഷെ നല്ല ഫുഡാണ്, ക്വാളിറ്റി ഫുഡാണ്. ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം, വെജിറ്റബിൾസ് ഇവരുടെ ഫുഡിൽ കുറവാണ്. പിന്നെ തക്കാളിയും ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒരു കറി ഉണ്ടായിരുന്നു. തക്കാളി കറി പോലത്തെ ഒരു സാധനമാണ്. അത് വേറെ ലെവലാണ്, വേറെ ലീഗാണ്. അതും നമ്മുടെ ഈ സാധനവും കൂട്ടിയിട്ട്, ഈ കപ്പപ്പൊടിയുടെ സാധനവും കൂട്ടിയിട്ട് ഇത് മുഴുവൻ തക്കാളിയാണ്. തക്കാളിയുടെ സംസ്ഥാന സമ്മേളനം. നല്ല ഫ്രഷ് തക്കാളി. ഇവിടെ ഒരു കുട്ടി പോലും ഇല്ല. എത്രയോ കുട്ടകൾ, എനിക്ക് തോന്നുന്നു ഒരു 500 കുട്ടകൾ നിറച്ച് വെച്ചേക്കാണ്. ഇതൊരു കുട്ടി പോലും നോക്കാനില്ല. നല്ല മണവും ഗുണവുമുള്ള തക്കാളി. ഇവിടെ എനിക്ക് തോന്നുന്നു കാര്യമായിട്ടുള്ള കീടനാശിനി പ്രയോഗവും വളപ്രയോഗവും ഒന്നുമില്ല. അതിനെക്കുറിച്ച് അവർക്ക് അറിയില്ല. നല്ല ഫ്രഷ് തക്കാളി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈവൻ ആപ്പിളിൽ പോലും വാക്സോ കീടനാശിനികളോ ഒന്നുമില്ല. പിന്നെ ശരിക്ക് മാൻഡറിൻ എന്ന് പറയുന്ന സാധനം ശരിക്കുണ്ട്. ഓറഞ്ച് എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിലെ മുസമ്പി ശരിക്കും ഉണ്ട്. അത് ഇവരിങ്ങനെ ബ്ലേഡ് വെച്ച് ചെത്തിയിട്ട് അതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് തരും. അതിനകത്ത് വേണമെങ്കിൽ ഒരല്പം ഉപ്പിട്ട് കഴിക്കാം. സീസണിലൊക്കെ ഒരു ചാക്കിന് 100 രൂപ കിട്ടും. അതെ, ചാക്കിന് 100 രൂപയുള്ളൂ. ഇതിപ്പോൾ ഒരു മുട്ടയ്ക്ക് 100-150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ 100-150 കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. തക്കാളിയാണ്, നല്ല ഫ്രഷ് തക്കാളി എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൺഡ്രൈഡ് ടൊമാറ്റോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മേടിച്ചു പോയി ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ മക്കളെ, പൊളിയാണ് ഈ രാജ്യം, വേറെ ലെവലാണ്. ബെനിൻ. ഹായ്, ഹലോ. ലേക്ക് അഹമേ എന്ന് പറയുന്ന വില്ലേജിലാണ്, ബെനിനിലെ ലേക്ക് അഹമേ വില്ലേജിൽ ഉണക്കമീൻ്റെ കച്ചവടമാണ്. ഇവിടെ മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് സ്മോക്ക്ഡ് മീനാണിത്.
ഇത് ഇങ്ങനെ തന്നെ ആൾക്കാർ കഴിക്കും. പല തരത്തിൽ സ്മോക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് പരിചയമില്ലാത്ത എന്തോ ഒരു മീനാണ്. ഇനി പ്രോൺസ് ഉണ്ട്. ഈ ഭാഗത്ത് പ്രോൺസ് ഉണ്ട്. ഈ ഭാഗത്ത് പ്രോൺസ് ഉണ്ട്. ഇത് നമ്മുടെ സാധാരണ മീനിൻ്റെ ഷേപ്പിലുള്ള മീനുകളാണ്. എന്നാലും നമുക്ക് പരിചയമുള്ള അയലയും മത്തിയും ഒന്നും അല്ല. അയലയും മത്തി ഇല്ലല്ലേ ഇവിടെ? അയലയും മത്തിയാണ്. ഇത് പ്രോൺസ് ആണ്. ഇതും പ്രോൺസ് ആണ്. ഈ നാട്ടിലെ ആൾക്കാരുടെ ഒരു പിന്നെ കുടുംബങ്ങളൊക്കെ റോഡിൻ്റെ സൈഡിൽ ഈ ഇങ്ങനെ മീൻ ഉണക്കിയിട്ടല്ല, മീൻ സ്മോക്ക് ചെയ്തിട്ട് സ്മോക്ക്ഡ് ഫിഷ് ആയിട്ട് ഇത് കൊടുക്കും. അങ്ങനെ നമ്മൾ ബെനിനിൽ നിന്നും ടോഗോയിലേക്ക് എത്താൻ പോവാണ്. ബെനിൻ ടോഗോ ബോർഡറാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്താ ഹരീഷ് ചേട്ടാ? ഹിലാക്കോഞ്ചി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. സൂര്യൻ ഇങ്ങനെ നേരെ വന്നടിക്കുകയാണ്. ഹിലാക്കോഞ്ചിയിലേക്ക് എത്തുന്നത്. ഇവിടെ ഇപ്പൊ ബെനിനിൽ ഇപ്പം 5:45. ആ ഒരു ലൈൻ കഴിഞ്ഞാൽ അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ 4:45 ആയിട്ടുണ്ട്. അതെ ശരി. ഇവിടെ 5:45, ഒരു ലൈൻ കഴിഞ്ഞാൽ 4:45. നമ്മള് ബെനിനിൽ നിന്ന് ടോഗോയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നോടൊപ്പം ഉള്ള ഗിരീഷ് ചേട്ടനാണ്. അപ്പോൾ നമ്മള് ടോഗോയിലെത്തി. 5:31. അപ്പൊ കറക്റ്റ് എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ എടുത്തു നമ്മുടെ പ്രോസസ്സിന്. നമ്മൾ സംസാരിക്കാനായിട്ട് 1 മണിക്കൂർ എടുത്തു. ബെനിനിൽ 1 മണിക്കൂർ കൂടുതലാണ്. ഇപ്പോ ഇവിടെ 5:45 അല്ലേ? 5:25. അവിടെ 6:25 ആയിരിക്കും. 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും.